പൂരനഗരിയായ തൃശ്ശൂരിൽ നിന്നും 10 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഗ്രാമം പേരാമംഗലം. വീരരാമമംഗലം എന്ന പൂർവനാമത്തെ കാലം തിരുത്തി എഴുതിയതാണ് പേരാമംഗലമെന്ന് ഐതിഹ്യം. സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന കരിവീരന്റെ ദേശമെന്ന നിലയിൽ വിശ്വപ്രസിദ്ധമായ ഇവിടം തൃശ്ശൂർ ഗുരുവായൂർ സംസ്ഥാന പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മെ ഒരുപാട് മോഹിപ്പിക്കും. ഇതേ പാതയോരത്ത് മനപ്പടിയിൽ ഇളം വെയിലിൽ പച്ചപ്പ് പുതച്ചൊരു വീടുണ്ട്. ജന്മം കൊണ്ട് പാവർട്ടിക്കാരനും കർമ്മം കൊണ്ട് തൃശ്ശൂർക്കാരനുമായ തോമസ് പാവർട്ടിയുടെ പാർപ്പിടം. കേവല ലാഭത്തിനപ്പുറം ഹൃദയത്തിൽ കാർഷിക സംസ്കൃതി കാത്തുവെക്കുന്ന ഒരാളുടെ സ്വപ്ന ഹരിത കുടീരം ടോംയാസ് ഗാർഡൻ. സംസ്ഥാന പാതയോരം ടോംയാസിനടുത്തെത്തുമ്പോൾ മുതൽ ഹരിത സമൃദ്ധമാണ്. കാരണം സ്വന്തം വീടും തൊടിയും മാത്രം മനോഹരം, മതിലിനപ്പുറം വൃത്തിഹീനം എന്ന നടപ്പ് ശീലമല്ല വീട്ടുടമയായ തോമസ് പാവർട്ടിയെ ഭരിക്കുന്നത്. അങ്ങനെ അധികം മലിനമാകാതെ ഒഴുകുന്ന ഓടയ്ക്കരികിൽ പലതരത്തിലുള്ള സസ്യലതാദികൾ നട്ടുപിടിപ്പിച്ച് അകത്തും പുറത്തും പച്ചപ്പാണ് തനിക്ക് പഥ്യമെന്നതിന് അക്ഷരാർത്ഥത്തിലുള്ളൊരു നിറസാക്ഷ്യം. ഒപ്പം മെയിൻ റോഡിനോട് ചേർന്നുള്ള വീട്ടിലേക്ക് വാഹനങ്ങൾ ചൊരിയുന്ന പൊടിശല്യത്തിൽ നിന്നും രക്ഷ നേടാൻ സുരക്ഷിതമായ ഒരു ഹരിത കവചം. മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അടുപ്പമുള്ളവർ തോമാച്ചൻ എന്ന് വിളിക്കുന്ന തോമസ് ഇവിടം സ്വന്തമാക്കുമ്പോൾ 80 തെങ്ങുകളും ഏതാനും വാഴകളും മാത്രമായിരുന്നു തുച്ഛമായ ഇവിടുത്തെ പച്ചപ്പ്. തൊട്ടടുത്ത നഴ്സറിയിൽ ലഭ്യമായ പലതരം വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിച്ചായിരുന്നു ഈ ഹരിത ആവേശത്തിന്റെ അന്നത്തെ തുടക്കം. സാധാരണഗതിയിൽ കൃത്യമായി ഫലം തരുന്ന, അതിലൂടെ നിശ്ചിത വരുമാനം ലഭിക്കുന്ന തെങ്ങ്, വാഴ, ജാതി തുടങ്ങിയവ മാത്രം കൃഷി ചെയ്യാൻ ഒരുക്കമായിരുന്നില്ല ജീവിതത്തിലുടനീളം വേറിട്ട് നടക്കാൻ തീരുമാനിച്ച തോമാച്ചന്റെ മനസ്സ്. ദേശീയ അംഗീകാരമുള്ള ഒരു പരസ്യ ഏജൻസിക്കുടമയ്ക്കുള്ളിലെ വ്യാപാരിയും വൃക്ഷസ്നേഹിയും പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ വിജയം വൃക്ഷസ്നേഹിക്ക് തന്നെയായിരുന്നു. നടുന്ന ഓരോ തൈയിൽ നിന്നുമുള്ള വരുമാനത്തെ തൃണവൽഗണിച്ചുകൊണ്ടുള്ള ആ ഹരിത ശ്രമങ്ങൾ ഇന്ന് 3 പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. വൈവിധ്യമാണ് ടോംയാസ് ഗാർഡനിലെ ഹരിത സമൃദ്ധിയുടെ പ്രധാന സവിശേഷത. മുളയും മാംഗോസ്റ്റിനും മുതൽ സ്റ്റാർ ഫ്രൂട്ടും പാഷൻ ഫ്രൂട്ടും വരെ ചില്ലകളാട്ടി തണലൊരുക്കി ഇവിടം പങ്കിട്ടെടുക്കുന്നു. വീടിന്റെ ഇടതുവശത്തായി ചേർന്ന് നിൽക്കുകയാണ് പാട്ടിലും തൃശൂർ പൂരത്തിലുമൊക്കെ പ്രശസ്തിയാർജിച്ച ഇലഞ്ഞിമരം. ഇലഞ്ഞിത്തറ മേളത്തിന്റെ വലിയൊരു ആരാധകനായ ഈ പൂരപ്രേമി അതേപ്പറ്റി പറയുന്നത് ഇങ്ങനെ: ചെറുപ്പം മുതലേ മുടങ്ങാതെ ഞാൻ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് തൃശൂർ പൂരത്തിന്റെ ഇലഞ്ഞിത്തറ മേളം. ആ ഇലഞ്ഞിത്തറ മേളത്തിനോടുള്ള സ്നേഹം കാരണമാണ് എൻ്റെ മുറ്റത്ത് ഒരു ഇലഞ്ഞിമരം ഞാൻ വെച്ചുപിടിപ്പിച്ചത്. ഈ ഇലഞ്ഞി കണ്ട് KP നമ്പൂതിരിസിന്റെ ഉടമസ്ഥനായിരുന്ന കൊളത്താപ്പള്ളി രാമൻ നമ്പൂതിരിയാണ് എന്നോട് പറഞ്ഞത്, തോമസേ, ഇത് ഒരു തറ കെട്ടി സംരക്ഷിക്കണം, എന്നാലാണ് അതിന്റെ മഹത്വം ഉണ്ടാകുള്ളൂ. അങ്ങനെ തിരുമേനി പറഞ്ഞ വാക്ക് അനുസരിച്ചാണ് ഞാൻ ഒരു തറ കെട്ടി ഇത് സംരക്ഷിക്കുവാനായിട്ട് തുടങ്ങിയത്. ഈ ഇലഞ്ഞിത്തറയിൽ നിന്ന് തോമസ് ഓർമ്മിച്ചെടുക്കുന്നത് ഇവിടെ സംഘടിപ്പിച്ച സാംസ്കാരിക സായാഹ്നങ്ങൾ കൂടിയാണ്. സാംസ്കാരിക കേരളത്തിന്റെ സുഗന്ധമര ചൂടായി ഇവിടം മാറണേ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. 2 ചടങ്ങുകൾ ഈ ഇലഞ്ഞിത്തറയിൽ എനിക്ക് നടത്തുവാൻ സാധിച്ചു. KP ഉദയഭാനു അനുസ്മരണ സമ്മേളനവും MS വിശ്വനാഥൻ അനുസ്മരണവും ഇവിടെ ഞാൻ നടത്തി. KP ഉദയഭാനു അനുസ്മരണ സമ്മേളനത്തിൽ വയലാർ രാമവർമ്മയുടെ ഭാര്യ ഭാരതി തമ്പുരാട്ടിയും
എൻ്റെ അയൽവക്കക്കാരനായ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാനും എൻ്റെ സുഹൃത്ത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീഷ് ബഷീറും ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. MS വിശ്വനാഥൻ അനുസ്മരണ സമ്മേളനത്തിൽ പാടും പാതിരി എന്നറിയപ്പെടുന്ന ഫാദർ പോൾ പൂവത്തിങ്കലച്ചന്റെ ഒരു പാട്ട് കച്ചേരിയും ഈ ഇലഞ്ഞിത്തറയിൽ നടത്തി. തൃശൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്ന ഒരാളെ ഈ ഇല്ലിമുളം കാടാണ് ആദ്യം വരവേൽക്കുക. അതെ, ഒന്നും രണ്ടുമല്ല, 1.5 ഡസൻ മുളങ്കൂട്ടങ്ങളാണ് ടോമിയാസ് ഗാർഡനിലെ മറ്റൊരു സവിശേഷത. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരുന്നു ഇവരിൽ പലരുടെയും വരവ്. പൂനെയിൽ നിന്നായിരുന്നു ഓടക്കുഴൽ ഉണ്ടാക്കുന്ന ഓടമുള ഇദ്ദേഹം കൊണ്ടുവന്നത്. ഒപ്പം പോലീസ് ലാത്തിയാകാൻ പിറവികൊണ്ട ലാത്തിമുള, സാധാരണ മഞ്ഞമുള തുടങ്ങി മനസ്സിൽ മുളപൊട്ടിയ മുളസ്നേഹം മുഴുവൻ തോമാച്ചന്റെ പറമ്പിൽ അവിടെയായി ചാമരം വീശുന്നു. ഇല്ലിക്കാടും എല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം. പുരാണങ്ങളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെയുമൊക്കെ നമുക്ക് പരിചിതമായ പല വൃക്ഷങ്ങളും ടോമിയാസ് ഗാർഡന്റെ തലയെടുപ്പ് കൂട്ടുന്നു. ബൈബിളിലെ അത്തിയും രാമായണത്തിലെ അശോകവും ഇവിടെയുണ്ട്. സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രിയ വൃക്ഷമായിരുന്ന മാംഗോസ്റ്റിൻ ഈ ഹരിതാഭയുടെ മറ്റൊരു മൊഞ്ചാണ്. ബേപ്പൂർ സുൽത്താന്റെ ആരാധകനായ തോമാച്ചൻ മാംഗോസ്റ്റിനെയും ഒരു ദിവസം ഇവിടേക്ക് ക്ഷണിച്ചു. പണം കൊടുത്തു വാങ്ങാൻ തുടങ്ങിയപ്പോഴാണ് പണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് വെറുതെ കായ്ച്ചിരുന്ന മാങ്ങയുടെയും മാമ്പഴത്തിന്റെയും വില നാം അറിഞ്ഞത്. മാവ് പൂത്ത പൂവനങ്ങളിൽ അങ്കണ തൈമാവുകൾ കവിതയിൽ മാത്രമല്ല സ്വന്തം വീട്ടുമുറ്റത്തും പറമ്പിലും തലയാട്ടി നിൽക്കണമെന്നും വേനലവധികളിൽ വിരുന്നൂട്ടണമെന്നും തോമാച്ചന്റെ കുട്ടിയിലെ ഇഷ്ടങ്ങളിൽ ഒന്നായിരുന്നു. അങ്ങനെ പാട്ടിലൂടെയും രുചിയിലൂടെയും മോഹിപ്പിച്ച മൽഗോവയും മൂവാണ്ടനും നീലനും കടുമാങ്ങയും മുതൽ മാവുകൾ പൂത്ത മറ്റൊരു പൂവനമാണ് ഇന്ന് ടോമിയാസ് ഗാർഡൻ. ടോമിയാസ് ഗാർഡനിലെ പൂന്തോട്ടവും ഏറെ വൈവിധ്യമാർന്നതാണ്. ബോട്ടിൽ ബ്രഷ് സ്വാഗതം ഓതുന്നതാണ് ഇവിടുത്തെ കവാടം. നാടൻ ചെമ്പരത്തിയും കണിക്കൊന്നയും മന്ദാരവും കോളാമ്പിയും മുതൽ റെയിൻ ട്രീയും ലാങ്കിലാങ്കിയും സൈക്കസും വരെയുള്ള പൂച്ചെടികൾ വിവിധ ഋതുഭേദങ്ങളിൽ ഇവിടെ പൂവിടുന്നു. ലാൽ ജോസിന്റെ നീലത്താമര എന്ന ചിത്രത്തിന്റെ പോസ്റ്ററിലൂടെ പുതുതലമുറയ്ക്ക് പരിചിതമായ കൃഷ്ണകിരീടവും ഇവിടുത്തെ നാടൻ വർണ്ണപ്പകിട്ടാണ്. കുടംപുളിയും ഇരുമ്പൻപുളിയും വടുകപ്പുളിയും തുടങ്ങി പുളിയിലെ ത്രിമൂർത്തികൾ, ലൂവിക്കയും ചാമ്പക്കയും ആത്തച്ചക്കയും സപ്പോട്ടയും ഓറഞ്ചും പപ്പായയും പേരയും പോലുള്ള മധുരഫലവൃക്ഷങ്ങൾ, തുളസിയും ആര്യവേപ്പും മൈലാഞ്ചിയും ചിറ്റമൃതും ആടലോടകവും മഞ്ഞളും പോലുള്ള ഔഷധ സസ്യങ്ങൾ, ഒപ്പം കശുമാവ്, പ്ലാശ്, മുരിങ്ങ, തേക്ക്, ജാതി തുടങ്ങി ഒറ്റയടിക്ക് ഓർത്തുപറയാൻ പറ്റാത്തത്ര മരങ്ങൾ പല വലുപ്പത്തിൽ ഇവിടുത്തെ പച്ചപ്പ് ഇന്ന് പങ്കിട്ടെടുക്കുന്നു. ഭാര്യ അനിതയും മക്കളായ നിതീഷും അഞ്ജലിയും തോമാച്ചന്റെ ഈ ഹരിത പ്രണയത്തിന് വെള്ളവും വളവും പകരുന്നവരാണ്. മറ്റെല്ലാ തിരക്കുകൾക്കിടയിലും ഇവിടേക്ക് ഓടിയെത്താൻ ഈ പച്ചപ്പ് അവരെ വല്ലാതെ മോഹിപ്പിക്കുന്നു. പേരാമംഗലത്തെ ടോമിയാസ് ഗാർഡൻ ഇന്നൊരു പേരല്ല, ഒരു സംസ്കാരമാണ്. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു എന്നും നടുനിവർക്കാനൊരു മലർവിരി നടുന്നു എന്നും കുഞ്ഞുനാളിൽ ചൊല്ലിപ്പടിച്ചവന്റെ തുടർന്നുള്ള ഈ ജീവിതസാക്ഷ്യം ഇന്ന് പുതുതലമുറയ്ക്കൊരു പാഠപുസ്തകമാണ്. ജാതിമത വാണിജ്യ താൽപര്യങ്ങൾക്കപ്പുറം ഇനി വരും തലമുറകൾ അഭ്യസിക്കേണ്ട ഒരു നിത്യഹരിത സംസ്കാരം കൂടിയാണ്. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു,
നടുനിവർക്കാനൊരു കുളിർനിഴൽ നടുന്നു, പകലുറക്കത്തിനൊരു മലർവിരി നടുന്നു, ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു. മണ്ണിലും വിണ്ണിന്റെ മാറിലെ ചാന്തു തൊട്ടഞ്ജനമിടുന്നു, ഒരു വസന്തത്തിനു വളർപന്തൽ കെട്ടുവാൻ ഒരു കാൽ നടുന്നു. 1000 പാത്രത്തിൽ ആത്മഗന്ധം പകർന്നാടു മൃദു കന്യയുടെ ആർദ്രത നടുന്നു, ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു. ഒരു വസന്തത്തിനു വളർപന്തൽ കെട്ടുവാൻ ഒരു കാൽ നടുന്നു, 1000 പാത്രത്തിൽ ആത്മഗന്ധം പകർന്നാടു മൃദു കന്യ